സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തർക്കത്തിൽ കെ.സി. വേണുഗോപാലിന് സാധ്യത വർദ്ധിക്കുന്നു. അന്തിമഘട്ട ചർച്ചകളിൽ കെ.സിക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് മാത്രമാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. പൊതുജനവികാരം കണക്കിലെടുക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഹൈക്കമാൻഡ് വേഗത്തിലാക്കിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തെ ഘടകകക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിക്കാനിടയില്ല. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തിരുവനന്തപുരത്തോ ദില്ലിയിലോ വെച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച നടത്തി കഴിഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെ ബാംഗ്ലൂരിലായതിനാൽ ഇന്ന് ചർച്ചകൾ ഒന്നു തന്നെയില്ല. എം.എൽ.എമാർ നിർദ്ദേശിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കുന്ന പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റേത്. ഇത്തവണ കൂടുതൽ പേരും കെ.സിയാണ് നിർദ്ദേശിക്കുന്നത്. ഇതേ തുടർന്ന് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് കേരളത്തിൽ തിരിച്ചെത്തിയ രണ്ടുപേരും പറഞ്ഞത്. പട്ടികയിലുള്ള മറ്റ് നേതാക്കളെ പ്രധാന പദവികൾ നൽകി അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. കെ.സി. വേണുഗോപാലിന് 47 എം.എൽ.എമാരുടെ പിന്തുണയുണ്ട്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.